നമ്മുടെ നാടൻ ചായക്കടകളിൽ കിട്ടുന്ന ബോണ്ട അതിലും സ്വാദിഷ്ടമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ബോണ്ട ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ 6 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കണം. മാക്സിമം ഉടയുന്നതാണ് നല്ലത്. ഏതായാലും കൈകൊണ്ട് തന്നെ ഉടച്ചെടുത്താലും മതി. ഇനി ഇടയ്ക്ക് പൊട്ടറ്റോ പീസസ് ആയിട്ട് കടിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അല്പസ്വല്പം കഷ്ണങ്ങളൊക്കെ അതിൽ വയ്ക്കാം. ഞാൻ ഏതായാലും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് കൂടാതെ ശ്രദ്ധിക്കണം, ബോണ്ടയുടെ കംപ്ലീറ്റ് ടേസ്റ്റും പോവും. ഇനി ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നല്ലപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക. പച്ചമുളക് ഞാൻ അല്പം കൂടുതലാണ് എടുത്തിരിക്കുന്നത്. എരിവ് ഇത്ര വേണ്ട എന്നുള്ളവർക്ക് കുറയ്ക്കാം. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അല്പം കുറയ്ക്കുന്നതാണ് നല്ലത്. എല്ലാം മാക്സിമം പൊടിയാക്കി അരിയുക. വളരെ സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ്. ഇതുണ്ടാക്കാൻ അധികം നേരത്തെ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്യും. ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ മാക്സിമം മതി. അപ്പം ഞാൻ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് പാനിലേക്ക് ഒഴിച്ചത്. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളുടെ സൗകര്യം പോലെ ഉപയോഗിക്കുക. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ബ്രൗൺ കളറൊന്നും ആവണ്ട, നല്ല പോലെ ഒന്ന് വാടണം. ഇപ്പം നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ മുളക് പൊടിയും ചേർക്കുന്നില്ല, കാരണം ആവശ്യത്തിന് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഈ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. വല്ലാതെ കട്ടിയായെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് കലക്കി വയ്ക്കാം. ഇത് 1 കപ്പ് കടലമാവാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഇടിയപ്പം, പത്തിരി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. ഇനി ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, അല്പം കാശ്മീരി ചില്ലി പൗഡർ, ഒരു നുള്ള് കായം കൂടണ്ട. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കാം. വെള്ളം ഒഴിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ആ കട്ടയൊക്കെ ഒന്ന് ഉടയണം. അല്ലെങ്കിൽ കടലമാവ് പെട്ടെന്ന് കട്ട ആയി വരും. ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം മാത്രം കൂടുതൽ വെള്ളം ചേർക്കുക. വേണമെങ്കിൽ ഇതൊരു മിക്സിയുടെ ബൗളിലിട്ട് അടിച്ചെടുത്താലും മതി. എന്നാലും മിക്സി കഴുകുന്നതിനേക്കാൾ എളുപ്പം ഇത് തന്നെയായിരിക്കും. ഈ ഒരു അയവിൽ കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെച്ച് ബോൾസ് ആക്കി റെഡിയാക്കി വയ്ക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടി വയ്ക്കുക. ഒരുപാട് വലുതാകുന്നതിലും നല്ലത് ചെറിയ സൈസ് ബോണ്ടയാണ്. ഇതിൽ നിന്ന് എനിക്ക് 24 ബോണ്ടയ്ക്കുള്ള ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ളതുണ്ട്. ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്. ഇതിലേക്ക് ഓരോ ബോളും ഒന്നുകൂടി ഷേപ്പ് ചെയ്ത ശേഷം നമുക്ക് ഈ മാവിലേക്ക് മുക്കി
ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് എക്സസ് ആയിട്ട് വരുന്ന മാവ് ഒന്നിങ്ങനെ വടിച്ചെടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്കിടാം. എണ്ണയിലിടുമ്പോൾ കുറച്ച് മാവൊക്കെ ഇതുപോലെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാം. അതൊന്നും കുഴപ്പമില്ല, അതും കോരിയെടുക്കുക, കളയണ്ട. വളരെ സ്വാദാണ് അതിനും. ഇനി ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കടലമാവ് ബാക്കി വരികയാണെങ്കിൽ അതും ആ ഓയിലിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരുപാട് സമയത്ത് കുക്കിംഗ് ഒന്നും ആവശ്യമില്ല, കാരണം ഉൾവശം ഓൾറെഡി കുക്ക്ഡാണ്. നമുക്ക് ഈ കോട്ടിംഗ് ഒന്ന് മൊരിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല. ഇനി ബേക്കിംഗ് പൗഡർ ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇങ്ങനെ നമുക്ക് മുഴുവൻ ബോണ്ടയും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. ഇതുപോലൊരു കട്ടച്ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയുമല്ലോ അഭിപ്രായം. താങ്ക് യു ഫോർ വാച്ചിങ്.